ഹലോ ഡിയർ പാരൻസ്, ശ്രുത ടീച്ചറാണ്. എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. മക്കളോട് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മക്കൾ എന്തായാലും ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്ക് പോവുകയാണല്ലേ. UP മറ്റൊരു തലമാണ്. അപ്പോൾ LSS ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം എന്ന് പറയുന്ന ആ ഒരു വലിയൊരു പരീക്ഷയൊക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ട് അവർ. പക്ഷേ UP ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് പാഠപുസ്തകത്തിലും അല്ലെങ്കിൽ പഠന രീതിയിലൊക്കെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സമയമാണല്ലേ. ഇത്രയും നാൾ അവർ EVS അല്ലെങ്കിൽ പരിസര പഠനം എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അവർ 5ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് എന്തിലേക്ക് മാറുകയാണ്? അടിസ്ഥാന ശാസ്ത്രം, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, സാമൂഹ്യശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് സബ്ജക്റ്റ്. പിന്നെ ഹിന്ദി അഡീഷണലായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് അയ്യോ ഇത്രയും വിഷയങ്ങൾ കൂടിയിട്ടുണ്ടല്ലോ, ബുദ്ധിമുട്ടാവും തുടക്കം മുതൽ തന്നെ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. മാത്രമല്ല 5ാം ക്ലാസ് മുതൽ ഒരു ബേസ് കിട്ടിയിട്ട് പോയിട്ടില്ല എങ്കിൽ 7ാം ക്ലാസ്സിൽ CM കിഡ്സ് സ്കോളർഷിപ്പ് UP മറ്റ് ഒരു സ്കോളർഷിപ്പ് പരീക്ഷയെ നമ്മൾ 7ാം ക്ലാസ്സിലാണ് അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ 5, 6 ക്ലാസ്സിൻ്റെ ബേസ് കിട്ടാതെയാണ് നമ്മൾ 7ാം ക്ലാസ്സിലോട്ട് 7th എത്തുന്നതെങ്കിൽ അവിടെ അവർക്കത് ബുദ്ധിമുട്ടായി അനുഭവപ്പെടും. മറ്റ് ക്ലാസ്സുകളിലേക്കെല്ലാം അത് അവരെ ബാധിക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് എല്ലാവരും തിരക്കുള്ള ഓട്ടത്തിനിടയിൽ മക്കളെ ശ്രദ്ധിക്കാനുള്ള ഒരു സമയക്കുറവൊക്കെ ഉണ്ടായിരിക്കും. സൈലത്തിൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഉണ്ട്. പൃഥ്വി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പൃഥ്വി ഒരുപാട് പ്രത്യേകതകളുള്ള ബാച്ചാണ്. 4ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെയല്ല 5ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തത വരുന്നുണ്ട്. പഠന രീതിയും ഓഫ് കോഴ്സ് മാറേണ്ടിയിരിക്കുന്നു അല്ലേ. സോ നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. അതായത് ബേസ് പ്ലാനും ഇൻഫിനിറ്റും ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ബേസ് പ്ലാൻ നോർമലി നമ്മൾ സാധാരണ പോലെ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് നോട്ട്സൊക്കെ ലഭിക്കാറുണ്ടായിരുന്നു പ്രാണ ബാച്ചിലും അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പ്ലസ് ഓരോ യൂണിറ്റ് കഴിയുന്നതിനനുസരിച്ച് യൂണിറ്റ് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങളുടെ പഠനം അവിടെ ഉറപ്പുവരുത്തുകയും ചെയ്യും. അതിനുശേഷം ആൻസർ കീ ഡിസ്കഷൻ ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് ബേസ് പ്ലാനിൽ വരുന്നത്. ഇനി ഇൻഫിനിറ്റി, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേൾ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. എന്താണ് ഈ പേൾ വീഡിയോ എന്നല്ലേ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലൈവ് ക്ലാസ്സുകൾ കാണാൻ മക്കൾക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകൾ ഒരുപാട് മിസ്സാവുന്ന സമയം വരും. കായികമേള, കലാമേള, ശാസ്ത്രമേള, അങ്ങനെ ഒരുപാട് മേളകൾ അവരുടെ ഒരു അതിപ്രസരം മുന്നോട്ട് വരാനിരിക്കുകയാണ്. ആ സമയങ്ങളിലൊക്കെ മിസ്സായി പോയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ ഒരു പേൾ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അവർക്കത് എടുത്ത് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബേസിക് സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലോട്ട് മാറുകയാണ് EVS എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് വൈഡായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പാർട്ട് മാത്രം മക്കൾക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ആ പാർട്ട് മാത്രം എടുത്ത് കാണാനുള്ള ഒരു അവൈലബിലിറ്റി ഈ ഒരു പേൾ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും ഇപ്പോൾ ഒരു ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്, എഡ്യൂഫെസ്റ്റ് ഓഫർ. അതിൻ്റെ ഭാഗമായിട്ട് 10% ആണ് നിങ്ങൾക്കിതിലൊരു കിഴിവ് ലഭിക്കുന്നത്. സോ താഴെ കാണുന്ന നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ നമ്മുടെ പൃഥ്വി ബാച്ചിലേക്ക് അങ്ങ് ജോയിൻ ചെയ്യുക. മാത്രമല്ല സ്മാർട്ടായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് വാച്ചും കൂടെ നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ആദ്യം ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന 5 വിന്നേഴ്സിനാണ് ഇത് ലഭിക്കുക. സോ ആരും ഇത് മിസ് ചെയ്യരുത്. എല്ലാവരെയും പൃഥ്വി ബാച്ചിൽ വെച്ച് കാണാൻ പറ്റണം കേട്ടോ.